ബാബു സലാമിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാം വെള്ളപ്പരവതാനി വിരിച്ച കുറച്ച് സ്ഥലം. എല്ലായിടത്തും ചുവപ്പ് കാർപ്പറ്റാണ്, വെളുത്ത കാർപ്പറ്റ് ചിത്രപ്പണിയുള്ള ഒരൽപ്പ സ്ഥലം കാണാം. ആ സ്ഥലമാണ് ലോകത്തിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം. മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാൽ ജന്ന. സ്വർഗത്തിലെ ഭൂമിയിലെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം മുസ്ലിമേ. കണ്ണ് നിറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ് ഭൂമിയിലൊരു സ്വർഗം. ഭൂമിയിലൊരു സ്വർഗമുണ്ട് അത്രേ. മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഖബർ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മകളെ തൂക്കിയതിനു ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെ എന്നറിയുമോ? ഹാളിലല്ല, ആപ്പിളകൾ തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിലല്ല, മിസിസിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ലണ്ടനിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ആ സ്വർഗം എവിടെയെന്നറിയുമോ? എന്റെ നേതാവ്, എന്റെ പ്രവാചകൻ നാളെ സിറാത്തിലേക്ക് കൈപിടിക്കേണ്ട, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനേറ്റു പോവേണ്ട ഹൗലിന്റെ നായകനെ, വസീലയുടെ നായകനെ, മഖാം മഹ്മൂദിന്റെ നായകനെ, അള്ളാന്റെ റസൂൽ എടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാദം പതിഞ്ഞ സ്ഥലം. ആ സ്ഥലം എന്താണെന്നറിയുമോ? അല്ല പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഒരു പ്രവാചകന് നടന്ന സ്ഥലം പോലും സ്വർഗമായി മാറി. അവിടെ ഒന്ന് നെറ്റിവെക്കാൻ, അവിടെ ഒന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാര് തിരക്കൂട്ടുന്നത് കാണുമ്പോൾ, അറബികളെ തിരക്കൂട്ടുന്നത് കാണുമ്പോൾ ഞാൻ ഓർത്തു പോയി, ഇവിടെ തിരമാല ഒഴുകുമോ? ഇവിടെ തിരമാല ഒഴുകുമോ? ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തളം തള്ളിയാട്ടൊടുങ്ങുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം കരഞ്ഞാൽ 3/4 ഗ്രാം കണ്ണുനീരേ വരുള്ളെന്നാണ് സയൻസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സയൻസ് നിനക്ക് തെറ്റിപ്പോയി. എന്റെ റോളിൽ കരഞ്ഞു 3/4 ലിറ്റർ അല്ല, 3/4 ഗ്രാം എന്നാണ് സയൻസ് പറയുന്നത്. ലിറ്ററോളം കണ്ണുനീരൊഴുകിയ സ്ഥലം അള്ളാന്റെ റസൂലിന്റെ പൂങ്കാവനം. മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാൽ ജന്ന. ഇത് കഴിഞ്ഞിട്ട് ബാക്കി